പ്രധാന വാർത്തകൾ. പട്ടിക്കാട് ഗ്രാമത്തിൽ തേടിക്കൊണ്ടിരുന്ന കള്ളനെ പിടികൂടി. കഴിഞ്ഞ ദിവസം നാട്ടിലേക്കിറങ്ങിയ കള്ളൻ ഒരു വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ചു. പോലീസ് പിടികൂടിയെങ്കിലും പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു പ്രതി. എന്നാൽ ഇന്നു രാവിലെ കള്ളനെ പോലീസ് അതിസാഹസികമായി വീണ്ടും പിടികൂടി. എടോ താനെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? തനിക്ക് കിട്ടിയ അടിയൊന്നും പോരെ, ഇനിയും വേണോ? ഇനി നടക്കുന്ന കാര്യങ്ങൾ ഓർത്താണ് സാറേ എനിക്ക് ചിരി വരുന്നത്. അത് ഓർത്താൽ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. ഇതിനകത്തിരുന്നു കൊണ്ടേ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട്. ഇനി എന്തേലും ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതൊക്കെ അങ്ങ് മനസ്സിൽ പൂട്ടി വെച്ചേര്. ഓ ആയിക്കോട്ടെ സാറേ. ഓ മധ്യധരണ്യാഴിക്കും കരിങ്കടലിനും ഇടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫോറസ് കടലിടുക്കിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈന്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. ചിഞ്ചു, എന്താ ഏട്ടാ? എടി നീ പഠിക്കുവാണോടി? അതെ ചേട്ടാ. എന്താ നിനക്ക് കുറെ പഠിക്കാനുണ്ടോ? കുറച്ച് പഠിക്കാനുണ്ട് ഏട്ടാ. ഇപ്പൊ പരീക്ഷ വല്ലതാണോ? പിന്നെന്താ നിനക്ക് ഇപ്പൊ പഠിക്കാനുള്ളത്? അതൊന്നുമില്ല, നാളെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടേ മിസ്. അപ്പൊ അത് പഠിക്കുക. ഓ, അപ്പൊ ഇപ്പൊ പഠിച്ചു കഴിയോ? എനിക്ക് കുറച്ച് അധികം പഠിക്കാനുണ്ട്, അപ്പൊ കുറച്ച് സമയം കഴിയും. എന്തിനാ എന്നോട് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? എടി എനിക്കില്ലേ നാളെ 3 അസൈൻമെന്റ് വെക്കാനുണ്ടേ. അപ്പൊ നീ എഴുതി തരുമോ? അത് നിനക്ക് തന്നെ എഴുതിയാ പോരെ, എന്നോട് ചോദിക്കുന്ന എന്തിനാ? പ്ലീസ്, ചേട്ടന്റെ പുനാരനിയത്തിയല്ലേ, ഈ ചേട്ടന് ആ ഒരു ഹെൽപ്പ് ചെയ്ത് തരുമോ പ്ലീസ് ടീ? ഓ, കുറെ സോപ്പൊന്നും ഇടണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, നേരത്തെ നിന്നോട് ഞാൻ വെള്ളം ചോദിച്ചു കുടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നീ എനിക്ക് കൊണ്ടു തന്നോ? എടി അത് നേരത്തെ അല്ലടി, പ്ലീസ് ടീ. ഇല്ല, പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് വയ്യൊന്നും വയ്യ. പ്ലീസ് ടീ, നീ എഴുതിയാലുണ്ടല്ലോ വൈകുന്നേരം വരുമ്പേ നിനക്ക് ഞാൻ ഷവർമ കൊണ്ടുവരാം. ഉറപ്പായും കൊണ്ടുവരോ ഷവർമ? എന്നാ ഞാൻ എഴുതി തരാം. ഉറപ്പായും കൊണ്ടുവരും. പേപ്പർ വേണേലേ അവിടെ റൂമിലുണ്ട്, നീ എടുത്തോട്ടോ. അല്ല, ഞാനിതെവിടെ നോക്കി അസൈൻമെന്റ് എഴുതണ്ടേ? എടി അത് പിന്നെ ഞാൻ അമ്മയുടെ ഫോണിലോട്ടില്ലേ അസൈൻമെന്റ് PDF അയച്ചിട്ടുണ്ട്, നീ അത് നോക്കി എഴുതിയാൽ മതി. ഓക്കെ എന്നാ ശരി. അയ്യോ, ഞാൻ ഇവിടെ വെച്ചാ ഇത് വായിക്കുന്ന നിർത്തി. കോൺസ്റ്റാന്റിനോപ്പിൾ. മനു, മനു. അമ്മേ, ചേട്ടനില്ല അമ്മ ഇവിടെ. ചേട്ടനെ പുറത്തു പോയിരിക്കുക. ഓ, അവനില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവനോട് കടയിലോട്ട് പോകാൻ വേണ്ടി പറയാനിരിക്കായിരുന്നു. അമ്മ ഞാൻ പോവാം. അമ്മേ പ്ലീസ് അമ്മേ, ഞാൻ പോവാം കടയിലോട്ട്. വേണ്ട മോളെ, അമ്മ തന്നെ പോയി വരാട്ടോ. അമ്മയ്ക്ക് റേഷൻ കടയിലോട്ടും പോവാനുണ്ട്. അപ്പോ അമ്മ പോയിട്ട് വരാവേ. മോള് ഇവിടെ ഇരിക്കട്ടോ. മോളെ, നീ ഡോറൊക്കെ നന്നായി അടച്ചിരിക്കട്ടോ. അമ്മ കടയിലോട്ട് പോയി വരാവേ. ശരി അമ്മേ. ഓ, വീണ്ടും മറന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ. ഓ തലയിൽ നിൽക്കുന്നില്ലല്ലോ. ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ആയിട്ട് പഠിക്കാം. അമ്മേ, അമ്മേ. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? എടി നീ അമ്മയെ കണ്ടായിരുന്നോ? ഓ, ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ചേട്ടൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് അമ്മ കടയിലോട്ട് പോയി. അമ്മ തന്നെ കടയിലോട്ട് പോയിന്നോ? ഷോ, അമ്മ എന്നോട് പറഞ്ഞായിരുന്നല്ലോ കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പോവാനിരിക്കായിരുന്നു, എന്നിട്ട് അമ്മ എന്നെ പോയോ? അത് പിന്നെ അമ്മ എന്നോട് ചോദിച്ചായിരുന്നു ചേട്ടൻ എവിടെയെന്ന്. ഞാൻ പിന്നെ വിചാരിച്ച് നീ പുറത്ത് പോയിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവന് പുറത്ത് പോയിന്ന്. ഓ അതെയോ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് സാധനം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഞാൻ അമ്മയെ നോക്കിയിട്ട് വരാം. നീ ഡോറൊക്കെ നന്നായിട്ട് അടിച്ചിരിക്കട്ടോ, ആര് വന്നാലും തുറക്കണ്ട. ശരി ഏട്ടാ. ചേട്ടാ ഷവർമ. വരുമ്പോ കൊണ്ടുവരാം.